ജ്യോതിക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെള്ളരിക്ക പച്ചടിയാണ്. അപ്പോൾ വെള്ളരിക്ക പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കടായി അടുപ്പത്ത് വെച്ച് ചെറുങ്ങനെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ മുറിച്ച് കഴുകി വെച്ചിട്ടുള്ള നമ്മുടെ വെള്ളരിക്ക നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഒരു 1/4 കപ്പോളം വെള്ളം. അപ്പോൾ അധികമൊന്നും വെള്ളത്തിന്റെ ആവശ്യം നമുക്ക് നമ്മുടെ ഈ പച്ചടി ആക്കുന്നതിന് ഇല്ല. ജസ്റ്റ് ഒന്ന് ആ വെള്ളരിക്ക ഒന്ന് വെന്ത് വരുന്നത് വരെ മാത്രമേ നമുക്ക് ആ വെള്ളത്തിന്റെ ഒരു ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ 1/4 കപ്പോളം മാത്രമേ ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. അതുപോലെ നമുക്ക് അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ളരിക്കയ്ക്ക് ഉപ്പ് പിടിക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ അവസാനം ഒക്കെയാണ് നമ്മുടെ വെള്ളരിക്കയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ അരപ്പിന് മാത്രമായിരിക്കും ആ ഉപ്പ് പിടിക്കുന്നത്. ഈ ഒരു ഫസ്റ്റ് ടൈമിൽ തന്നെ ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഏതായാലും ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് വെന്ത് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകാണ്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടുകയോ കുറക്കോ ചെയ്യാം. അപ്പോൾ ഏതായാലും ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മുടെ ഈ വെള്ളരിക്ക നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പൊന്നുവാ. അപ്പോൾ അത് നമ്മുടെ പൊന്നൂസ് കാര്യം ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പൊന്നൂരെയും കൂടി കൂട്ടാം. അല്ലേ? അപ്പോൾ അതാ നമ്മുടെ വെള്ളരിക്ക നമുക്കിത് ഇവിടെ ആയിട്ടുണ്ട്. ഇനി ചെറിയ തോതിലുള്ള വെള്ളം കൂടി ഉണ്ട്. അത് നമുക്ക് അടപ്പ് തുറന്ന് വെച്ചിട്ട് സിമ്മിൽ ഒരു 2 മിനിറ്റ് കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളം കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ വച്ച് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വെള്ളരിക്ക നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ വറ്റിയിട്ട് നമുക്കിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇഷ്ടപ്പെടുന്ന നേരം നമ്മൾ ചോറയാക്കാൻ വേണ്ടി വന്നിട്ടില്ല പോലെ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നന്നായി അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ വെള്ളരിക്കയിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ ഓണനാൾ ഇതുകൂടി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിനടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് തൊട്ടടുത്ത് വരുന്ന ഓൾ എന്ന ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ബൈ.